ഹായ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അമ്മ അവിടെ എന്താ ചെയ്യണ അറിയാം. അമ്മ മത്തൻ്റെ നുള്ള കേട്ടോ. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ചോറിന് മത്തൻ്റെ കൂട്ടം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അമ്പാടി എൻ്റെ ഇടയിൽ കറിയുണ്ട് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ ഒന്ന് മത്തൻ്റെ കൂട്ടാം. അപ്പോൾ ചെമ്മീൻ കൊടുന്നിട്ടുണ്ട്, വേറെ കറിയൊന്നും വെക്കാനുണ്ട്. അപ്പോൾ ചെമ്മീൻ വെച്ച് കഴിഞ്ഞാൽ അമ്മ ചെമ്മീൻ കറി കൂട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേറെ കറി ഉണ്ടാക്കണ്ട. അപ്പോൾ എല്ലാവർക്കും മത്തൻ്റെ കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. കുറേ ആയിട്ടോ മത്തൻ്റെ കൂട്ടം ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ വേറെ എന്തെങ്കിലും കറി ഉണ്ടാകുമ്പോൾ പിന്നെ അത് ഉണ്ടാക്കാൻ നിൽക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ വേറെ കറികളൊന്നും ഇല്ല. അപ്പോൾ ഒന്ന് മത്തൻ്റെ കൂട്ടം ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് അപ്പോൾ അമ്മ അതൊക്കെ നുള്ളിൽ കൊടുന്ന് പിച്ചി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇലയെല്ലാം നോക്കിയിട്ടാട്ടോ അമ്മ പിച്ചി ഉണ്ടാക്കുന്നത്. പിന്നെ അതിന്മേൽ കായ വരൽ തുടങ്ങി കേട്ടോ. മത്തന്മേൽ ചെറിയ ചെറിയ കായൊക്കെ വരൽ തുടങ്ങിയാണ്. അപ്പോൾ ഞാനിനി അമ്മ അതൊക്കെ പിച്ചി ഉണ്ടാക്കി കഴുകി കൊണ്ടുമ്പോഴേക്കും ഞാൻ കഞ്ഞിവെള്ളം അടുപ്പത്ത് വെക്കാമെന്ന് എഴുതിയിട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് തെളി നോക്കിയിട്ടാണ് വെച്ചത്. കാരണം അല്ലെങ്കിൽ വൈകുന്നേരം കട്ടിയുള്ളാക്കി വെക്കുമ്പോൾ വൈകുന്നേരത്തേക്ക് ഇപ്പോൾ ചിലപ്പോൾ നാശമാവുകയോ വിചാരിച്ചിട്ട് തെളി നോക്കിയിട്ടാട്ടോ എടുത്തത് കഞ്ഞിവെള്ളത്തിൻ്റെ. പിന്നെ അതിലേക്ക് 2-3-4 പച്ചമുളക് കീറിയിട്ടോ. നമുക്ക് എരിവിനനുസരിച്ചിട്ട് കീറിയിടും എത്ര വേണമെങ്കിലും കേട്ടോ. അപ്പോൾ ഇവിടെ ഇലക്കറി വയ്ക്കുമ്പോൾ നല്ല എരിവാണല്ലോ. അപ്പോൾ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ട് നല്ല കീറിയിട്ടോ. എരിവ് നോക്കിയിട്ട് കീറിയിട്ടു. പിന്നെ ഞാൻ മുളക് ചുട്ടിച്ചിട്ടുണ്ട് കേട്ടോ, സമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ അതിൻ്റെ ഇടയിൽ ഞാൻ മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പൊട്ടിച്ച് കൊടുന്ന് സമ്മന്തി അരയ്ക്കാൻ എഴുതിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം മുളകൊക്കെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറിന് മുറ്റത്തട്ട ചോറ് വയ്ക്കുക. അപ്പോൾ എന്തായാലും അടുപ്പത്ത് കണലുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിൽ വേഗം ചുട്ടെടുത്ത് ആദ്യം എടുത്ത് വെച്ചിട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ അടുപ്പ് കെട്ട് കഴിഞ്ഞാൽ പിന്നെ ചുടാൻ പറ്റില്ല. അപ്പോൾ അത് ആദ്യം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാങ്ങയൊക്കെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ കഴുകി വൃത്തിയാക്കി ആദ്യം നമുക്ക് മാങ്ങ ഒന്ന് കുത്തി ചതച്ചെടുക്കാമെന്ന് ചെയ്തിട്ടോ. കാരണം മാങ്ങയ്ക്ക് ഭയങ്കര ഉറപ്പ്. അപ്പോൾ അത് ആദ്യം ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ട് വേണം പിന്നെ മുളക് അരയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ ഫുള്ള് എടുത്തു കേട്ടോ. കാരണം പുളി കുറച്ച് കുറവുണ്ട് കേട്ടോ മാങ്ങയ്ക്ക്. അത് അതിൽ കടിച്ച് കഴിഞ്ഞില്ല മാങ്ങ. നമുക്ക് എന്താ മാങ്ങയുടെ പേരൊന്നും എനിക്കറിയില്ല. അരയ്ക്കണം കേട്ടോ മാങ്ങ. അപ്പോൾ അത് ആദ്യം അത് കുത്തി ചതച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് അരച്ചിട്ടോ. അപ്പോൾ ഞാൻ മുളക് ചുട്ടിട്ട് അരച്ച സമ്മന്തിയാവും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ മുളകൊക്കെ നല്ലതുപോലെ അരച്ച് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പിട്ടണു. പിന്നെ ഉപ്പും മാങ്ങയും കൂടി ഒരുമിച്ചാട്ടോ ചതച്ചത്. നല്ലതുപോലെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. മാങ്ങ സമ്മന്തി റെഡിയായിട്ടോ. അപ്പോൾ മത്തൻ്റെ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അമ്മ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം സമ്മന്തി അരയ്ക്കാമെന്ന് കരുതിട്ടോ. സമ്മന്തി അമ്മയും അരയ്ക്കുന്ന സമ്മന്തി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അമ്മയും അരച്ചിക്കുന്ന സമ്മന്തിക്കാവും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മത്തൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഇട്ടിട്ടൊന്നും തൂമിക്കണില്ല കേട്ടോ. വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ചെയ്യണം കേട്ടോ. ഇനി ഞങ്ങൾ ചോറുണ്ണട്ടെ. കാരണം ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്പ്പയ്ക്കപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ അതും രാവിലെ ആദ്യം രണ്ടും ഉണ്ടാക്കിയിട്ട് വന്നിട്ടാണ് പിന്നെ എന്താ പറയുക മത്തൻ്റെ കൂട്ടം ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം എന്താ പറയുക ഇത് രണ്ടും മതിയെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു മത്തൻ്റെ കൂട്ടാൻ കൂടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മത്തൻ്റെ കൂട്ടാൻ കൂടി മാങ്ങ ഇട്ടപ്പോൾ മാങ്ങ സമ്മന്തി. അപ്പോൾ ഇന്നത്തെ ഊണ് ഉഷാറായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.